ഡിസംബർ ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്പിലാകെ വിന്ററാണ്, സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ് 5 ദിവസമായിട്ട്. അപ്പം സ്നോയിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം, സ്നോയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ വീടിൻ്റെ മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്ന ഭാഗമാണ്. അവിടെ കംപ്ലീറ്റ് സ്നോ ആണ്. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെ വണ്ടി സ്ലിപ്പായി പോകും. മെയിൻ റോഡുകളിലെ സൈക്കിൾ പാത്തുകളിലെയൊക്കെ സ്നോ ഇങ്ങനെ നമ്മുടെ മുനിസിപ്പാലിറ്റിയും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളൊക്കെ സാൾട്ട് പോലത്തെ ഒരു സാധനം റോഡിൽ വിതറി പിന്നെ സ്നോ വടിച്ചു മാറ്റി വഴിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിടും. അതുപോലെ തന്നെ സൈക്കിൾ പാത്തും. അതുകൊണ്ട് തന്നെ വഴിയിൽ ബ്ലാക്ക് ഐസ് ഉണ്ടാവും, പക്ഷെ സ്നോ ഉണ്ടാവില്ല. പിന്നെ സ്നോ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും സ്നോ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഈ സ്നോയിലൂടെ വണ്ടി ഓടിക്കാൻ. 2-3 കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ബ്രേക്ക് ചവിട്ടിയാൽ ചിലപ്പോൾ ഈ ABS ഒക്കെ ഉള്ള വണ്ടി ആയിട്ട് സ്കിഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൂസ് ആവുന്ന ഒരു പ്രതിഭാസമുണ്ടോ ABS. അപ്പം ബ്രേക്ക് കിട്ടാതെ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ട് നിരങ്ങി നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ മുമ്പേ ബ്ലാക്ക് ഐസ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ബ്ലാക്ക് ഐസ് എന്താണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. തണുപ്പുള്ള രാജ്യങ്ങളിൽ തണുപ്പിൻ്റെ അല്ല ഐസിൻ്റെ ഒരു പാളി റോഡിൻ്റെ മുകളിലായിട്ട് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിലൂടെ വണ്ടി സ്ലിപ്പാവാനും ചിലപ്പോൾ ബ്രേക്ക് ഇടുമ്പോൾ ബ്രേക്ക് ഡിസ്റ്റൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്നോ ഉള്ള സമയത്ത് വഴിയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ, അല്ലെ സ്നോ പെയ്തുകൊണ്ടിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം നമ്മൾ ബ്രേക്ക് എപ്പോൾ ചവിട്ടണം എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കണം. നമുക്ക് പ്രത്യേകിച്ച് പരിചയമുള്ള വഴികളൊക്കെ ആണെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ബ്രേക്ക് ചവിട്ടണം, റൗണ്ട് അബൌട്ട് എവിടെയൊക്കെ വരും, അല്ലെങ്കിൽ സിഗ്നൽ എവിടെയൊക്കെ വരും, അല്ലെ പ്രയോറിറ്റികൾ എവിടെയൊക്കെ വരും, അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബ്രേക്ക് മാക്സിമം ഒഴിവാക്കി, അല്ലെങ്കിൽ ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടാതെ സോഫ്റ്റായിട്ട് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്താൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമുക്കെതിരെ വരുന്നവര്, നമ്മുടെ സൈഡിലത്തെ റോഡിൽ കൂടെ വരുന്നവരെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർക്കെല്ലാം ഈ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ അവർക്കൊന്നും ബ്രേക്ക് ചവിട്ടിയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള വണ്ടിക്കാരെ നമ്മൾ ഒട്ടും പാനിക്കാക്കാതിരിക്കുക. കാരണം അവരും സഡനായിട്ട് ബ്രേക്ക് ചവിട്ടുവോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് വഴിയിലൂടെ പോകുന്ന ബാക്കി എല്ലാവരെയും ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരാണ് സൈക്കിളുകാർ. സൈക്കിൾ യാത്രക്കാര് അവർക്ക് 2 വീലിലാണ് പോകുന്നത്. സൈക്കിൾ ടയറിന് അത്ര വീലേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും തന്നാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അവരെ നമ്മൾ സൈക്കിളിലൊക്കെ പോകുമ്പോൾ മാക്സിമം അവരുടെ ഭാഗത്ത് നിന്ന് ഒഴിവായി പോവാം. ഈ സ്നോ എന്ന് പറയുമ്പോൾ നല്ല രസമാണ്, പക്ഷെ റോഡിലേക്ക് നോക്കിയാൽ അറിയാം ഒരു കറുത്ത് ചെളി പിടിച്ച് കിടക്കുന്ന സാധനം. ഇത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ സോൾട്ടും സ്നോയും പിന്നെ റോഡിലെ പൊടിയും നമ്മുടെ ടയർ തേയ്മാനം വരുന്നതിൻ്റെ ഒരു കറുത്ത പൊടി എല്ലാം കൂടി ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. കാണാൻ വളരെ വൃത്തിഹീനമായ ഒരു സാധനമാണിത്. ഈ നമ്മുടെ നാട്ടിലെ ചെള്ളി, ചേറ് എന്നൊക്കെ പറയുന്നതിനേക്കാളും വൃത്തികേടായിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണുന്ന, ഈ റോഡിൽ കാണുന്ന ഈ കറുത്ത സ്നോ. ഇപ്പം അതേ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം റോഡ് തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ -1 ആണ്. ആൾക്കാർ അവരുടെ വീടിന് മുമ്പിലെ സ്നോ ഒക്കെ കോരി മാറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ഐസിലൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ടയറിലിടുന്ന ഒരു ടൈപ്പ് ബെൽറ്റ് ഒക്കെ ഇവിടെ യൂറോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം സ്നോ വീണ് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റുകൾ അവിടുത്തെ സ്നോ മുഴുവൻ സോൾട്ടിട്ട് കളയുന്നുണ്ട്. പിന്നെ ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ, ചില മൈന്യൂട്ടായിട്ടുള്ള റോഡുകളിൽ മാത്രമേ ഉള്ളൂ ഈ സോൾട്ട് ഇടാതുള്ളൂ. അപ്പോൾ അവിടെ ആ വഴി മാത്രമേ ഉള്ളൂ ഒന്ന് സൂക്ഷിച്ച് പോകേണ്ട അവസ്ഥ വരുന്നുള്ളൂ. ഈ സ്നോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മറ്റേ കുറച്ച് 2-3 സിനിമയിലെ ഡയലോഗുകൾ ഇത് കാണുമ്പോൾ ഓർമ്മ വരികയാണ്. ഒന്ന്, പുറത്തു നിന്ന് കാണുന്നവർക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം, പക്ഷേ ഇത് വളരെ പാടാട്ടോ. ഇതിപ്പം ഒരു 3-4 ദിവസം വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി. മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പിന്നെ തണുപ്പ്, അതിനേക്കാളും ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ഒരു ഡയലോഗ് തോന്നുന്നു, ഇത് തീർന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇതൊക്കെ ഈ സ്നോ ഇട്ടിട്ട് ഓരോരുത്തർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടുന്നതാണ്. ആകെ പെട്ട അവസ്ഥയായല്ലോ, ഇങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. എന്തായാലും എത്ര ദിവസം കൂടെ ഈ സ്നോ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഗൂഗിളം വെച്ച് പറയുന്നത് ഈ ഒരാഴ്ച മുഴുവൻ സ്നോ ആണെന്നാണ് പറയുന്നത്. അതും ഒരു സിനിമയിലെ ഡയലോഗ്. ഇവിടെ ഇപ്പം മാത്രമേ തണുപ്പുള്ളൂ എന്ന് പറഞ്ഞല്ലോ, പിന്നീട് അങ്ങ് ശീലമാകുമെന്ന് പറഞ്ഞ പോലെ. ഈ റോട്ടിൽ കാണുന്ന സ്നോ ഒക്കെ ഇപ്പം വീണതാണെന്ന് തോന്നുന്നു. കാരണം അത് വെളുത്ത് കിടക്കുന്നു. സാധാരണ വണ്ടി ഓടി അതെല്ലാം പോകേണ്ടതാണ്. പോരാത്തതിന് ഈ റോട്ടിൽ ഓൾറെഡി സോൾട്ട് കിടപ്പുണ്ട്. ഇതിപ്പോൾ വീണ സ്നോകളാണെന്ന് തോന്നുന്നു. കാരണം വണ്ടിയുടെ പാട് കറക്റ്റായിട്ട് കാണാം, വണ്ടി ഓടിയ ഭാഗങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മുകളിൽ സ്നോ വീഴുമ്പോൾ അത് മാറ്റാനുള്ള ബുദ്ധിമുട്ട്, ഞാൻ എൻ്റെ വണ്ടിയുടെ മുകളിൽ നിന്ന് ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിൽ നിന്ന് സ്നോ മാറ്റുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. ഇത് ഫ്രണ്ട് ഗ്ലാസ്സിലെ മാത്രം സ്നോ മാറ്റുന്നതാണ്. ബാക്കിലത്തെ ഗ്ലാസ്സിലെയും സൈഡിലത്തെ ഗ്ലാസ്സിലെയും ഒന്നും തൽക്കാലത്തേക്ക് നമുക്ക് വിഷയമില്ല. തൽക്കാലം മിറർ രണ്ടും ഫ്രണ്ട് ഗ്ലാസും സ്നോ ക്ലിയർ ചെയ്ത് നമുക്ക് വണ്ടി തൽക്കാലം ഓടിക്കാം. ബാക്കിയുള്ളത് ഓട്ടത്തിലൊക്കെ തന്നെ പൊക്കോളും. എന്തൊക്കെയായാലും ഇവിടെയുള്ളവരും വളരെ സൂക്ഷിച്ചു തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഈ സ്നോയിൽ കൂടെ എല്ലാവരും വളരെ സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്. എന്നാലും മറ്റേ ആക്സിഡന്റുകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ആക്സിഡന്റ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ സ്നോ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഗൂഗിൾ നോക്കി ഒരുപാട് ഷോർട്ട് കട്ടുകൾ കയറി പോകാതെ മെയിൻ റോഡ് മാത്രം പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മെയിൻ റോഡുകളിൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ ഗവൺമെൻറ് എപ്പോഴും സോൾട്ട് വെതറി അവിടുത്തെ സ്നോ കളഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇട റോഡുകളിലെയും പോക്കറ്റ് റോഡുകളിലൊന്നും കളയണം നിർബന്ധമില്ല. തന്നെയുമല്ല, ഈ ഇട റോഡുകളുടെ
വീതി നമുക്കറിയത്തില്ല. അപ്പോൾ സൈഡിലോട്ടൊക്കെ വണ്ടി തെന്നിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മെയിൻ റോഡിൽ കൂടെ മാത്രം പോകാൻ ശ്രദ്ധിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ ABSൻ്റെ ഒരു പ്രവർത്തനം മൂലം ഈ സ്നോ ഉള്ള സമയങ്ങളിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുമായിട്ട് കൂടുതൽ അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ സേഫായി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്നോയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ സ്നോയുടെ വണ്ടി ഓടിക്കുമ്പോൾ തണുപ്പായതുകൊണ്ടാണ് നമ്മുടെ മുഖവും കൈകളും ഒക്കെ ഒന്ന് കവർ ചെയ്ത് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. പിന്നെ സ്റ്റിയറിംഗ് ഹീറ്റിംഗ് ഉള്ള വണ്ടിയാണെങ്കിൽ പിന്നെ ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ വണ്ടിക്ക് സ്റ്റിയറിംഗ് ഹീറ്റിംഗ് ഇല്ല, അതുകൊണ്ടാണെങ്കിൽ പിന്നെ ഗ്ലൗസിൻ്റെ ആവശ്യമില്ല. എന്തായാലും സ്നോ എത്ര ദിവസം ഇവിടെ തുടരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും സ്നോയെ കുറിച്ചുള്ള വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.